കർണാടകത്തിലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി സിദ്ധരാമയ്യയെ തെരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ പാർട്ടി ഓഫീസിൽ നടന്ന യോഗത്തിൽ DK ശിവകുമാറാണ് സിദ്ധരാമയ്യയുടെ പേര് നിർദ്ദേശിച്ചത്. തുടർന്ന് ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ടിനെ കണ്ട് സർക്കാർ രൂപവൽക്കരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. കർണാടകത്തിൽ 28 മന്ത്രിമാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ദളിത് മുസ്ലിം വിഭാഗങ്ങൾക്കും ലിംഗായത്ത് വൊക്കലിക സമുദായങ്ങൾക്കും പ്രാതിനിധ്യം നൽകും. മന്ത്രിസഭാ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ സിദ്ധരാമയ്യയും DK ശിവകുമാറും നാളെ ഡൽഹിക്ക് തിരിക്കും. വിവരങ്ങളുമായി കർണാടകത്തിൽ നിന്ന് മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മനു, മന്ത്രിസഭ സംബന്ധിച്ച് അവസാന ചിത്രം പൂർണ്ണമാവുകയാണോ? DK വിഭാഗത്തിനും ഒപ്പം തന്നെ സിദ്ധരാമയ്യ വിഭാഗത്തിനും ഏത് രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാകും? അതോടൊപ്പം തന്നെ പ്രധാന വകുപ്പുകൾ സംബന്ധിച്ചും ലഭ്യമാകുന്ന ചിത്രം എങ്ങനെയാണ്? അപർണ, ഇന്ന് ഗവർണറെ കണ്ടതിന് ശേഷം ഈ രണ്ട് നേതാക്കളും നാളെ ഡൽഹിക്ക് തിരിക്കുകയാണ്. നാളെ അവിടെ എത്തിയായിരിക്കും അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകുക. സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യത്തുള്ള പ്രമുഖ നേതാക്കളെ എല്ലാം തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഹേൽ, അതുപോലെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, ഹിമാചലിൽ നിന്ന് സുഖീന്ദർ സിംഗ് സുഖു, അതുപോലെ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോരൻ, തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ, തെലങ്കാനയിലെ ചന്ദ്രശേഖർ റാവു, പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി, അഖിലേഷ് യാദവ് SP നേതാവ്, അതുപോലെ NCPയുടെ തലവൻ ശരത് പവാർ, ഉദ്ധവ് താക്കറെ, ബീഹാറിൽ നിന്നുള്ള ഡെപ്യൂട്ടി മുഖ്യമന്ത്രി തേജസ്വി യാദവ്, നാഷണൽ കോൺഫറൻസ് തലവൻ ഫറൂഖ് അബ്ദുള്ള, ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായക് തുടങ്ങിയ ആളുകൾക്കെല്ലാം തന്നെ ക്ഷണമുണ്ട്. ഇവരെല്ലാം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തുമെന്നാണ് കരുതുന്നത്. മമതാ ബാനർജി ഒരു പക്ഷെ എത്തിയേക്കില്ല, എങ്കിലും പ്രതിനിധിയെ അയക്കും. മന്ത്രിമാരുടെ കാര്യത്തിലും ചർച്ചകൾ അവസാന വട്ടം പുരോഗമിക്കുകയാണ്. 28 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പിന്നീട് കൂടുതൽ മന്ത്രിമാരെ ഉൾപ്പെടുത്തും. പ്രമുഖരായ G പരമേശ്വര, ND പാട്ടീൽ, രാമലിംഗ റെഡ്ഡി, സതീഷ് ജർക്കിഹോളി, KJ ജോർജ് തുടങ്ങിയവർ എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് സമീർ അഹമ്മദ് ഖാൻ മന്ത്രിയായേക്കും. UT ഖാദറിനും സാധ്യതയുണ്ട്. മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് വിവരം ലഭിക്കുന്നത്. അതുപോലെ ജഗദീഷ് ഷട്ടാർ, ലക്ഷ്മൺ സവദി തുടങ്ങിയ നേതാക്കളെ എങ്ങനെ ഉൾപ്പെടുത്തും എന്ന കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ലക്ഷ്മി ഹൈബർക്കൽ മന്ത്രിസഭയിൽ ഉണ്ടാകും. വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഖനീസ് ഫാത്തിമ മന്ത്രിസഭയിൽ ഉണ്ടായേക്കും എന്ന സൂചനകളും ഉണ്ട്. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും അതുപോലെ സ്ത്രീകൾക്കും ഒപ്പം തന്നെ ദളിത് വിഭാഗങ്ങൾക്കും ഒക്കെ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു സർക്കാരായിരിക്കും കണ്ടീവർ സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച ഉച്ചയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സിദ്ധരാമയ്യയുടെ വിശ്വസ്തൻ ND പാട്ടീലിന് ഒരു പ്രധാന സ്ഥാനം ഉണ്ടാകും എന്നും സൂചനയുണ്ട്. മനു ഭരത് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ 4 ദിവസം പ്രായമായ കുഞ്ഞുൾപ്പെടെ 3 പേർ മരിച്ചു. പള്ളിപ്പുറം ദേശീയപാതയിൽ KSRTC ബസും ഓട്ടോയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പ്രസവാനന്തരം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. അത്യന്തം ദാരുണകരമായിട്ടുള്ള സംഭവം. എപ്പോഴാണ് അപകടം ഉണ്ടായത് വിനോദ്? അപർണ, പള്ളിപ്പുറത്തിന് സമീപം രാത്രി 8 മണി കഴിഞ്ഞ ശേഷമാണ് ഈ അപകടം സംഭവിച്ചത്. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷ. എതിർദിശയിൽ വന്ന KSRTC ബസ്സാണ് ഓട്ടോയുമായി കൂട്ടിയിടിച്ചത്. 4 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശു ഉൾപ്പെടെ 3 പേർ മരിച്ചു. ഓട്ടോ ഡ്രൈവറും ഈ കുഞ്ഞിന്റെ അമ്മമ്മയുമാണ് മറ്റു 2 പേർ, മരണപ്പെട്ട 2 പേർ. ഇങ്ങനെ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അമിത വേഗത്തിലായിരുന്നു ബസ് എന്നാണ് പറയുന്നത്. ഏറ്റവും ദാരുണമായ സംഭവം, ഈ നവജാത ശിശുവിന്റെ അച്ഛനും അമ്മയും ഇവരുടെ മൂത്ത കുഞ്ഞും ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞതിന്റെ ശുശ്രൂഷയും കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ സമയത്താണ് ഇങ്ങനെ ഒരു ദാരുണമായ അപകടം ഉണ്ടായത്. ആദ്യം നാട്ടുകാർ ഓടിക്കൂടി, പിന്നീട് സ്ഥലത്ത് പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 3 പേരുടെ ജീവൻ നഷ്ടമായി. അപർണ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ IGP വിജയന് സസ്പെൻഷൻ. പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ വിവരങ്ങൾ ചോർന്നത് ഗുരുതര വീഴ്ചയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. VV വിനോദിന്റെ റിപ്പോർട്ട് കാണാം.
എലത്തൂർ ട്രെയിൻ തീവയ്പുമായി ബന്ധപ്പെട്ട പ്രതിയെ കൊണ്ടുവന്നപ്പോൾ വിവരങ്ങൾ ചോർന്നു. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ IGP വിജയനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നതാണ്. പ്രതിയുടെ വിവരവും ചിത്രവും അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ പ്രതിയെ പിടികൂടുമ്പോൾ തന്നെ ഈ ചിത്രമടക്കമുള്ളവ പുറത്തു വന്നിരുന്നു. തുടർന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ഈ വിവരങ്ങൾ ചോർന്നു എന്ന് മനസ്സിലായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയിട്ടുള്ളത്. IGP വിജയനും അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമല്ലാതിരുന്ന P വിജയൻ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഗ്രേഡ് SI മനോജ്, ഈ രണ്ട് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിന്റെ ഭാഗമല്ലാതെ തന്നെ പ്രതിയെ കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ്. തുടർ അന്വേഷണത്തിന് പോലീസ് ആസ്ഥാനം ADGPയെ നിയോഗിച്ചിട്ടുമുണ്ട്. പ്രതിയുടെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ് ഇത്രയും സുരക്ഷിതമായി കൊണ്ടുവന്ന പ്രതിയുടെ വിവരങ്ങൾ ചോർന്നത് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നാണ് ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതിയെ പിടികൂടിയത്. തുടർന്ന് ഈ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമല്ലാതിരുന്നിട്ട് കൂടി IGP വിജയനും ഗ്രേഡ് SI മനോജും ഈ പ്രതിയെ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നതാണ് കണ്ടെത്തിയത്. ഇതിലൂടെ പ്രതിയുടെ വിവരങ്ങൾ ചോർന്നു എന്ന കണ്ടെത്തലുമുണ്ടായി. തുടർ അന്വേഷണത്തിനാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനം ADGP K പത്മകുമാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം അങ്കമാലിക്കടുത്ത് ഓടുന്ന ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവ് അറസ്റ്റിലായി. ചെവായൂർ സ്വദേശി സവാദാണ് അറസ്റ്റിലായത്. KSRTC ബസ്സിലായിരുന്നു യുവാവിന്റെ അശ്ലീല പ്രദർശനം. സിനിമാ പ്രവർത്തകയായ യുവതിയുടെ പരാതിയിലാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത്. KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് നന്ദിത ശങ്കർ. ആദ്യം പതറിപ്പോയി, സുഹൃത്താണ് ധൈര്യം തന്നത്. KSRTC കണ്ടക്ടറുടെയും നിയമ വിദ്യാർത്ഥിനിയുടെയും ഇടപെടൽ സഹായകമായി. സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സിനെ സ്പിരിറ്റിലെടുക്കുന്നതായും നന്ദിത ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു നിമിഷത്തിന് ഞാൻ ഫ്രീസ് ചെയ്തു. ഐ വാസ് ഫ്രോസൺ ബിക്കോസ് ഐ ആക്ച്വലി ഹാഡ് ടു സീ ദാറ്റ്. പിന്നെ ഐ വാസ് ടെക്സ്റ്റിംഗ് എ ഫ്രണ്ട്. ഞാൻ ആളോട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് ഒരു ഇത് ജസ്റ്റ് ഐ വാസ് ലെറ്റിംഗ് നോ. പറഞ്ഞു വേഗം ടേക്ക് എ വീഡിയോ, റിയാക്ട്, മേക്ക് എ സീൻ എന്ന് പറഞ്ഞപ്പോൾ ഐ മേഡ് എ സീൻ. അപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് വൈ എം ഐ നോട്ട് ഡൂയിങ് ദാറ്റ്, വൈ എം ഐ നോട്ട് ഷൗട്ടിങ്, ഞാൻ എന്തിനെ വൈ ഡിഡ് ഐ ഫ്രീസ്. ബട്ട് ഇറ്റ് ഈസ് ഐ തിങ്ക് നമ്മുടെ എല്ലാ പെണ്ണുങ്ങളുടെയും ഒരു ഫസ്റ്റ് റിയാക്ഷൻ ഇസ് ഫ്രീസ്. സോ ആ ഒരു ഫ്രീസ് എനിക്ക് വന്നായിരുന്നു. ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഞാൻ ആ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു കെൻ യു പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. ബിക്കോസ് എനിക്ക് മലയാളത്തിൽ പെട്ടെന്ന് വരില്ല റിയാക്ഷൻ, എനിക്ക് അതായി വരുള്ളൂ. സോ ഐ വാസ് കംപ്ലീറ്റ്ലി ആ വീഡിയോയിൽ ഐ വാസ് ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. ഐ റിഗ്രറ്റ് ദാറ്റ് ഞാൻ മലയാളത്തിൽ പറയായിരുന്നു എനിക്ക്. ബിക്കോസ് ഹി ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ഹി വാസ് ലൈക്ക് ഇറങ്ങണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഇറ്റ്സ് ലൈക്ക് നോ യു ഷുഡ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ് എന്ന് പറഞ്ഞു. താനൂർ ബോട്ട് അപകടത്തിന്റെ നടുക്കം മാറും മുൻപേ സുരക്ഷയില്ലാതെ ചെറുവള്ളത്തിൽ ഉല്ലാസയാത്ര. പൊന്നാനി അഴിമുഖത്താണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഉല്ലാസയാത്ര നടത്തിയത്. മത്സ്യബന്ധനത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ചെറുവഞ്ചിയിലായിരുന്നു യാത്ര. തിരൂർ സ്വദേശിയുടെ ചെറുവഞ്ചിയിലാണ് സ്ത്രീകൾ ഉൾപ്പെടെ 7 പേർ യാത്ര ചെയ്തത്. തൃശൂർ മരോട്ടിശാലയിൽ പോക്കറ്റിലിരുന്ന മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു. മരോട്ടിശാല സ്വദേശി ഏലിയാസിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ തീപിടിച്ച ഫോണിൽ നിന്ന് ഏലിയാസിന് പൊള്ളലേറ്റു. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലെ SFIയുടെ ആൾമാറാട്ടം പരിശോധിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇങ്ങനെയൊക്കെയാണോ ജനാധിപത്യത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതെന്നും യുവതലമുറയ്ക്ക് ഇതെല്ലാം നൽകേണ്ട സന്ദേശമെന്നും ഗവർണർ. Whatever it is, you have brought it to my notice and I will definitely look into it. It is not a question of just that college. Basic thing is, by doing these things, what we are going to teach our future generation. Democracy is not merely a system of governance. Democracy is a way of life, respecting, accepting and respecting whatever it is through the elections that a common will emerges. So it is respecting that common will. That is what elections are about. I'm not about talking about one single college or anything. It's a way of life. So we can't afford to do these kind of things and then give a message to our younger generation that be democratic. If such a thing has happened, it is very wrong.
കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ SFIയുടെ ആൾമാറാട്ടത്തിന് പിന്നാലെ എല്ലാ കോളേജുകളിലും പരിശോധന നടത്താൻ കേരള സർവകലാശാല തീരുമാനം. വിദ്യാർത്ഥി പ്രതിനിധികളുടെ പട്ടിക വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് സർവകലാശാല ആലോചിക്കുന്നത്. എല്ലാ കോളേജുകളോടും പട്ടിക വീണ്ടും അയക്കാൻ ആവശ്യപ്പെടും. കാട്ടാക്കട കോളേജിലെ SFI ആൾമാറാട്ടം വിവാദമായതോടെ CPM നടപടി തുടങ്ങി. വിശാഖിനെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്ലാവൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു വിശാഖ്. ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. SFIയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്ന് വിശാഖിനെ ഇന്നലെ ഒഴിവാക്കിയിരുന്നു. SFIയുടെ ആൾമാറാട്ടത്തിൽ വീഴ്ച സംബന്ധിച്ച് കോളേജ് പ്രിൻസിപ്പൽ SFI ഏരിയ സെക്രട്ടറിയായിരുന്ന വിശാഖിന്റെ പേര് തിരികെ കയറ്റിയെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ GJ ഷൈജു സംബന്ധിച്ചു. സംഭവത്തിനു പിന്നിൽ SFIയിൽ നിന്ന് നേരത്തെ പുറത്താക്കപ്പെട്ട ജില്ലാ ഭാരവാഹികളാണെന്ന ആരോപണവും ശക്തമാവുകയാണ്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള SFIയുടെ ആൾമാറാട്ടത്തിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് GJ ഷൈജു കുറ്റം സമ്മതിച്ചതോടെ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് സർവകലാശാലയുടെ തീരുമാനം. ശനിയാഴ്ച ചേരുന്ന സിൻഡിക്കേറ്റ് വിഷയം ചർച്ച ചെയ്യും. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ ചുമതലയിൽ നിന്ന് ഷൈജുവിനെ നീക്കുകയും കടുത്ത നടപടികൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. അതേസമയം ആൾമാറാട്ടത്തെ ചൊല്ലി CPMലും വിവാദം പുകയുകയാണ്. ലഹരി ഉപയോഗവും ലഹരി മാഫിയയുമായുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടിയാണ് മാസങ്ങൾക്ക് മുൻപ് പാർട്ടി നേതൃത്വം തിരുവനന്തപുരത്തെ SFI നേതൃത്വത്തിൽ വലിയ അഴിച്ചുപണി നടത്തിയത്. പുറത്തായിട്ടും SFIയുടെ നിയന്ത്രണം ഈ സംഘത്തിന് തന്നെയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് സംഭവത്തിലൂടെ പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടത്. ഒരു MLA അടക്കം പാർട്ടിയിലെ ചില പ്രധാന നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ആരോപണമുണ്ട്. വിശാഖിനെ തിരികെ കയറ്റാൻ വേണ്ടി ഒഴിവാക്കപ്പെട്ട അനഘ പാർട്ടി അന്വേഷണ കമ്മീഷന് നൽകിയ മൊഴിയിലും SFI ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉള്ളതായാണ് വിവരം. ഭീഷണിപ്പെടുത്തിയാണ് തന്നെ രാജിവെപ്പിച്ചതെന്നും അനഘ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വവർഗ വിവാഹം പോലുള്ള വിഷയങ്ങൾ കോടതിയല്ല പരിഗണിക്കേണ്ടത് എന്ന പരാമർശവും ജഡ്ജിമാരുമായുള്ള ഏറ്റുമുട്ടലിന് കാരണമായി. 2021 ജൂലൈ 8-നാണ് കേന്ദ്ര നിയമമന്ത്രിയായി കിരൺ റിജിജു സ്ഥാനമേൽക്കുന്നത്. അതിനു മുമ്പ് 2019 മുതൽ യുവജനകാര്യ സഹമന്ത്രിയായിരുന്നു. 2014 മുതൽ 19 വരെ ആഭ്യന്തര സഹമന്ത്രിയായും പ്രവർത്തിച്ചു. കേന്ദ്ര സഹമന്ത്രിയായിരുന്ന മേഘ്വാളിന് നിലവിലെ വകുപ്പുകൾക്ക് പുറമെയാണ് നിയമ നീതി വകുപ്പിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഒഡീഷയിലെ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി. പുരി ഹൗറ സർവീസാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഒഡീഷയിൽ 8000 കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾക്കും തറക്കല്ലിട്ടു. റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ, പുതിയ ബ്രോഡ്ഗേജ് പാതയുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തുടക്കമിട്ടത്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. ജല്ലിക്കെട്ടിന് പൂട്ടിടാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. ജല്ലിക്കെട്ട് നിരോധിച്ച സുപ്രീംകോടതി വിധി മറികടക്കാൻ തമിഴ്നാട് തയ്യാറാക്കിയ നിയമത്തിൽ ഇടപെടാനാകില്ല എന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. ജല്ലിക്കെട്ട് തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. എന്നാൽ ഈ കായിക വിനോദം സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണോ എന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. 2017 തമിഴ്നാട് സർക്കാർ പാസാക്കിയ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം, ജല്ലിക്കെട്ട് നടത്തിപ്പ് ചട്ടങ്ങൾ എന്നിവയിൽ ഇടപെടാനാണ് കോടതി വിസമ്മതിച്ചത്. മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളുടെ നിയമ ഭേദഗതികളും മൃഗങ്ങൾക്ക് നേരെയുള്ള ക്രൂരത തടയുന്നതായും കോടതി നിരീക്ഷിച്ചു. ജല്ലിക്കെട്ടും കാളവണ്ടിയോട്ടവും അനുവദിക്കുന്ന തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക നിയമങ്ങളെ ചോദ്യം ചെയ്തുള്ള ഹർജികളായിരുന്നു കോടതി പരിഗണിച്ചത്. മൃഗാവകാശ സംഘടനയായ പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് ഉൾപ്പെടെയാണ് ഹർജികൾ നൽകിയത്. കോടതി വിധി നിരാശാജനകമെന്ന് സംഘടനകൾ പ്രതികരിച്ചു. 2014 സുപ്രീം കോടതി നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ ജല്ലിക്കെട്ട് നടത്തുന്നതിനായിരുന്നു നിയമനിർമ്മാണം കൊണ്ടുവന്നത്. ആക്ടിവിസ്റ്റുകളുടെയും തമിഴ്നാട് സർക്കാരിന്റെയും മാരത്തൺ വാദങ്ങൾ കേട്ട ശേഷം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഭരണഘടനാ ബെഞ്ച് കേസിൽ വിധി പറയാനായി മാറ്റുകയായിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. UAEയിലെ പ്രവാസി മലയാളികൾക്ക് സൗജന്യ മെഡിക്കൽ ഉപദേശവും നാട്ടിലെ മാതാപിതാക്കൾക്ക് ആരോഗ്യ പരിചരണവുമായി നടൻ മമ്മൂട്ടി. മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആലുവ രാജഗിരി ആശുപത്രിയിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മമ്മൂട്ടി തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചു. ഫാമിലി കണക്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി സുഞ്ജയ് സുധീർ നിർവഹിച്ചു. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ അവതരിപ്പിച്ച വലിയ സ്വീകാര്യത കിട്ടിയ ഫാമിലി കണക്റ്റ് പദ്ധതി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സംഘാടകർക്ക് പദ്ധതി.
നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നീട്ടാൻ പുതിയ തന്ത്രം. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി സമർപ്പിച്ചു. മുൻ ഇടത് എംഎൽഎമാരായ ബിജുമോൾ, ഗീത ഗോപി എന്നിവരാണ് ഹർജി നൽകിയത്. ഇരുവരും വെവ്വേറെ ഹർജികളാണ് നൽകിയത്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് അറിഞ്ഞത് അടുത്ത കാലത്തെന്നാണ് ഹർജിക്കാരുടെ വാദം. കേസിൽ തങ്ങളെ സാക്ഷികളാക്കിയില്ല എന്ന് മുൻ എംഎൽഎമാർ വ്യക്തമാക്കുന്നു. മാന്യമായ നീതി ലഭിക്കാൻ തുടരന്വേഷണം വേണമെന്നാണ് ആവശ്യം. തിരുവനന്തപുരം CJM കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത്. നിയമസാധുത പരിശോധിക്കാൻ കോടതി ഹർജികൾ 29ലേക്ക് മാറ്റി. യഥാസമയം UDF സർക്കാർ ഭൂമി ഏറ്റെടുക്കാത്തതുകൊണ്ട് ഒരു തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതായി വന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് പ്രഖ്യാപനം. മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അറിയിപ്പ്. 4,19,554 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 25-ന് പ്രഖ്യാപിക്കും. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ഗ്രേസ് മാർക്ക് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചിരുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളിലും ഗ്രേസ് മാർക്ക് നൽകിയിരുന്നില്ല. എറണാകുളത്ത് സിവിൽ പോലീസ് ഓഫീസർ ആത്മഹത്യ ചെയ്തു. വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെ സിനീഷാണ് മരിച്ചത്. പറവൂർ വാണിയക്കാട് സ്വദേശിയാണ്. വീടിന് പിന്നിലെ പേരമരത്തിലാണ് തൂങ്ങി മരിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ 1ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം. അയൽവാസിയുടെയും പ്രതിയുടെയും വീട്ടിലായിരുന്നു തെളിവെടുപ്പ്. അതേസമയം കൊലപാതകം നടന്ന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുത്തില്ല. പ്രതി സന്ദീപിന്റെ സ്വദേശമായ ചെറുകരക്കോണത്തുള്ള അയൽവാസിയായ അധ്യാപകൻ ശ്രീകുമാറിന്റെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം പ്രതിയെ ഇവിടെ എത്തിച്ചത്. സംഭവ ദിവസം പുലർച്ചെ 2:30യോടെയായിരുന്നു ശ്രീകുമാറിന്റെ പുരയിടത്തിലൂടെ നടന്ന് മുറ്റത്തേക്ക് ചാടിയിറങ്ങിയ ശേഷം സന്ദീപ് വീടിന്റെ പിൻവശത്ത് ചായ്പിലെത്തിയത്. ചാടിയിറങ്ങിയ സമയത്താണ് കാലിന് പരുക്കേറ്റത്. ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ കണ്ടത് പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന സന്ദീപിനെയായിരുന്നു. തുടർന്ന് സന്ദീപ് തന്നെയാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. തെളിവെടുപ്പിനിടെ ഇക്കാര്യങ്ങളൊക്കെയും പ്രതി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. തുടർന്ന് പ്രതിയെ സ്വന്തം വീട്ടിലെത്തിച്ചു. മിനിറ്റുകൾക്കകം നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. സന്ദീപിനെ തെളിവെടുപ്പിനെത്തിക്കുന്നതറിഞ്ഞ് നാട്ടുകാരും ബന്ധുക്കളുമടക്കം നിരവധി പേർ പ്രദേശത്തെത്തിയിരുന്നു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെയായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പ് നടക്കുന്ന സമയം അത്രയും പ്രതി ശാന്തനായിരുന്നു. കൊലപാതകം നടന്ന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നാളെ രാവിലെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് സൂചന. മതിയായ വെളിച്ചമുണ്ടെങ്കിൽ തെളിവെടുപ്പ് നടത്താമെന്നിരിക്കെ ഇന്ന് രാത്രി തെളിവെടുപ്പ് നടത്താനും ആലോചനയുണ്ട്. നാളെ ഉച്ചയോടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന പ്രതിയെ 1 മണിക്ക് ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ന്യൂസ് 18 കൊല്ലം. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കനത്ത മഴയിൽ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. ബോർഡ് മീറ്റിംഗ് ഹാളിലും ഓഫീസിലും വെള്ളം കയറി. മലപ്പുറത്ത് വേനൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ നിലമ്പൂർ എടവണ്ണ മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. നിലമ്പൂരിൽ മരങ്ങൾ പൊട്ടിവീണതിനെ തുടർന്ന് പലയിടത്തും ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. എടവണ്ണ തിരുവാലിയിൽ തെങ്ങ് വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവാലിയിൽ KSEB പോസ്റ്റുകൾ വീണ് വൈദ്യുതി ബന്ധം നിലച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,600, പവന് 44,800, വെള്ളി ഗ്രാം 78, കിലോ 78,000, പ്ലാറ്റിനം ഗ്രാം 3,790, ഔൺസിന് 1,17,882. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.